ദുബൈയിൽ സമ്മർ സീസണിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ജബൽ ജയ്സ്. പലവട്ടം ഞങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിലും അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ട് മതിയാവില്ല. ജബൽ ജയ്സിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാൻഡ് ഫാമിലി സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ജബൽ ജയ്സിൽ പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും നമുക്കിപ്പോൾ ഇവിടെ ചെറിയ ഒരു വെള്ളക്കെട്ടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ലേക്ക് പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മഴ പെയ്ത കാരണം. അതേപോലെ ഒരുപാട് പച്ചപ്പും അതേപോലെ ഒരുപാട് ഗ്രീനറി ഉണ്ട് നമുക്കിവിടെ എല്ലായിടത്തും കാണാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ചെറിയൊരു കാഴ്ചയാണ് ഇപ്പം കാണിച്ചുതരാം. അത് ജബൽ ജയ്സിലേക്ക് പോകുന്ന എമിറേറ്റ്സ് റോഡിൻ്റെ സൈഡിലായിട്ട് പല സ്ഥലങ്ങളിലും ഇതേപോലെ നാച്ചുറൽ ലേക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് ചുറ്റും ഇത്തിരി പുല്ലും പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ മരുഭൂമിയും എല്ലാം ചേർന്ന് നല്ലൊരു വൈബാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയൊരു സ്ഥലമാണ് ഇത്. ഇതൊക്കെ നാച്ചുറലായിട്ട് ഉണ്ടായി വന്നതാണ് മഴയത്ത്. മഴ കാരണം വന്ന ഒരു ഏരിയ ആണ് നമ്മൾക്ക്. മുമ്പൊന്നും ഇവിടെ ഒന്നും വെള്ളത്തിന്റെ ഒരു അംശം പോലും ഉണ്ടാവാത്തൊരു ഏരിയ ആണ് ഈ സമ്മർ സമയത്ത്. കണ്ടാ നമ്മൾ നോക്കി നല്ലൊരു അടിപൊളി ഒരു ലേക്കാണ് ഇവിടെ നമുക്ക് വന്നേ. നല്ല രസം കാണാൻ. നമുക്കങ്ങനെ ഒരുപാട് ഏരിയയിൽ ഇതേപോലെയുള്ള ലേക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നാച്ചുറൽ ലേക്കാണ് ഇതൊക്കെ. നമ്മുടെ മഴ പെയ്ത കാരണം വന്ന നാച്ചുറൽ ലേക്കാണ്. ഇവിടെ രസമുള്ള ഒരു ഏരിയ ആണ്. നമ്മൾ അതിൻ്റെ കാഴ്ച കണ്ടിട്ട് നമ്മൾ നേരെ ഇനി ജബൽ ജയ്സിലേക്ക് പോണ വഴിയാണ്. ഈ കാണുന്ന എമിറേറ്റ്സ് റോഡിൻ്റെ രണ്ട് സൈഡിലും മുമ്പ് നമ്മൾ യാത്ര ചെയ്തപ്പോൾ മരുഭൂമിയാണ് മൊത്തം കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴാണെങ്കിൽ ഈ മഴയ്ക്ക് ശേഷം ഒരുപാട് പുല്ലെല്ലാം വന്ന് നിറഞ്ഞ് റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല ഗ്രീനാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിക്കാതെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഭയങ്കര രസമാണ് കാണാൻ. ജബൽ ജയ്സിൻ്റെ ആ റോഡിലേക്ക് കടന്നപ്പോൾ തന്നെ ആ നേച്ചർ മൊത്തത്തിൽ മാറി തുടങ്ങിയിട്ട് ഭയങ്കര രസമുള്ള ആ ഒരു മലകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ആ റോക്കിൻ്റെയൊക്കെ ഭംഗി കാണണമെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വന്നിറങ്ങി നിന്ന് കാണണം. അപ്പം അങ്ങനെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്കിനി യാത്ര തുടരാം. നമ്മളങ്ങനെ ജബൽ ജയ്സിന്റെ കയറ്റങ്ങൾ കയറി തുടങ്ങി. നമുക്കിനി കാണാം അതിൻ്റെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും. നല്ല കാലാവസ്ഥയാട്ടോ. ഇപ്പൊ ഈ വൈകിട്ട് വന്ന കാരണം ചൂടൊന്നുമില്ല, നല്ല സുഖമുണ്ട്. കുറച്ചുകൂടി മേലെ കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും വിചാരിക്കുന്നുണ്ടോ.
എന്താണ് മുട്ടേ ജബൽ ജയ്സ്? അടിപൊളിയാ? ഇഷ്ടപ്പെട്ടാ? ഇത് കാണണമെങ്കിൽ റാസലേക്ക് വരണം അല്ലേ? നമ്മളിങ്ങനെ ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റ് ഏരിയ ഉണ്ട്. ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചായ ഇവിടെ നമുക്ക് നേരെ താഴത്തേക്ക് ഉള്ളൊരു നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒക്കെ ഇനി ഇരുന്നാൽ ഭയങ്കര രസമാണ്. നല്ല കാറ്റുണ്ട്. അല്ലേ? നല്ല വ്യൂ, നല്ല കാറ്റ്, നല്ലൊരു ആംബിയൻസ് ഉണ്ടാവും. ഇതൊക്കെയാണ് ഫുള്ള് നമ്മൾ വന്ന വഴിയാണ് കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ജബൽ ജയ്സിൻ്റെ ഏറ്റവും ടോപ്പിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കാഴ്ചയാണ് കാണുന്നത്. നല്ല രസമുണ്ട്. ഇപ്പോൾ സൺസെറ്റ് ആവാറായി. അതിൻ്റെ ഒരു ആംബിയൻസാണ് കാണുന്നത്. ഏറ്റവും ടോപ്പിൽ വന്നിട്ട് നിൽക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് കേട്ടോ. ഇവിടെ അങ്ങോട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. സിപ്പ് ലൈനിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള അലൗഡ് ഉള്ളൂ. ജബൽ ജയ്സിലെ സൺസെറ്റ് എല്ലാം കണ്ടതിന് ശേഷം നമ്മളിനി നമ്മുടെ കൂടെ വന്ന ഡിബിനും ചെറിയ രീതിയിലും ഹൈക്ക് ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് എന്തായാലും ഹൈക്കിംഗ് ട്രെയിൽ എവിടേക്ക് ഇനി പോവാണ് കേട്ടോ. എന്താ വെച്ചാൽ നമുക്ക് ഹൈക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തായാലും ഷൂ കമ്പൾസറി ആണ്. അതേപോലെ തന്നെ നമുക്കൊരു ബോട്ടിൽ വെള്ളം വേണം. ഇതുണ്ടെങ്കിൽ മാത്രമാണ് അവരോട് ഹൈക്ക് ചെയ്യാൻ നമ്മൾ അനുവദിക്കുള്ളൂ. നമ്മൾ ജബൽ ജയ്സിൽ വന്നിട്ട് ഹൈക്ക് ചെയ്യണമെങ്കിൽ അവിടെ പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഫുള്ള് ഫ്രീ ആണ്. നമുക്ക് വ്യൂ ഡെക്കിൻ്റെ അവിടേക്ക് മാത്രം പോകുന്ന ആൾക്കാർക്കാണ് അവർ 5 ദിർഹംസ് ടിക്കറ്റ് ഈടാക്കുന്നുള്ളൂ. ചെറിയ രീതിയിൽ ഹൈക്കിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം അത്യാവശ്യം ഇരുട്ടായി തുടങ്ങി. അപ്പോൾ നമുക്ക് എന്തായാലും അവിടുന്ന് തിരിച്ച് വരാമെന്ന് വിചാരിച്ച് നമ്മൾ തിരിച്ച് വരാൻ പോകാറുണ്ട്. അപ്പോൾ തന്നെ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ നേരെ റാസലൈമ സിറ്റിയിലുള്ള ബെയ്ത്തൽ മന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ പോയിട്ട് നല്ലൊരു മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. നല്ലൊരു അടിപൊളി ഒരു ഫുഡായിരുന്നു കേട്ടോ. എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റാണ് ബെയ്ത്തൽ മന്തി. അവിടെയുള്ള മന്തിയും അതേപോലെ കബാബും എല്ലാം നമ്മൾ വാങ്ങിച്ച് നല്ല രീതിയിൽ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു അന്നത്തെ ഒരു ട്രിപ്പ്. ഇന്നത്തെ ജബൽ ജയ്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ നമുക്ക് ഇനിയും പുതിയൊരു എപ്പിസോഡ്. ഓക്കെ, ബൈ.